ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കൊറിയൻ നോവലിനെ ആസ്പദമാക്കി 2018 പുറത്തിറങ്ങിയ ഒരു മൂവിയാണ്. മൂവിയുടെ പേരാണ് ബി വിത്ത് യു. ഒരു കുടുംബജീവിതത്തിലെ സ്നേഹബന്ധങ്ങൾ വളരെ ആഴത്തിൽ വ്യക്തമാക്കുന്ന ഒരു സിനിമയാണിത്. മൂവി തുടങ്ങുന്നത് ഒരമ്മ മകന് എഴുതി കൊടുത്ത ഒരു കഥ ആ മകൻ വായിക്കുകയാണ്. ആ കഥ എന്തെന്നാൽ ഒരമ്മ പെൻഗിന്റെയും മകന്റെയും കഥ. സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ആളുകൾ ഈ ക്രൗഡ് ലാൻഡിൽ താമസിക്കും. അവിടെ ഒരു അമ്മ പെൻഗിൻ ഭൂമിയിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവരുടെ മകൻ ഭൂമിയിലാണുള്ളത്. മഴക്കാലം വരുമ്പോൾ ഒരു മഴയുടെ കൂടെ ഒരു ട്രെയിൻ വരും. ആ ട്രെയിനിൽ കയറി അമ്മ പെൻഗിൻ ഭൂമിയിലേക്ക് വരും. ആ ട്രെയിൻ ഒരു ചെറിയ സ്റ്റേഷനിൽ നിർത്തും. എന്നിട്ട് ആ അമ്മ പെൻഗിൻ കരഞ്ഞു തളർന്നുകൊണ്ടിരിക്കുന്ന തന്റെ മകന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ആ മഴക്കാലം മുഴുവൻ ആ അമ്മ പെൻഗിനും മകനും സന്തോഷത്തോടെ ജീവിക്കും. എന്നാൽ അധികാലം ആ അമ്മ പെൻഗിന് ഭൂമിയിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ അമ്മ പെൻഗിൻ മകനെ മീൻ പിടിക്കാനും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അങ്ങനെ മഴക്കാലം കഴിയാറായി. പെട്ടെന്നൊരു മഴത്തുള്ളി വന്ന് പറയും, നിനക്ക് തിരിച്ചു പോകാൻ സമയമായി. അങ്ങനെ മനസ്സോടെ അടുത്ത മഴക്കാലത്ത് തന്റെ മകനെ കാണാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് ക്ലൗഡ് ലാൻഡിലേക്ക് യാത്ര തിരിക്കും. തന്റെ അമ്മ എഴുതി വെച്ച ഒരു കഥയാണിത്. ഇത് ജീഹോ വായിച്ചു തീർക്കും. അവന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവൻ എഴുതി കൊടുത്ത ഒരു കഥയാണിത്. അവിടെ കരഞ്ഞു തളർന്നിരിക്കുന്നതാണ് ജിഹോയുടെ അച്ഛൻ വൂജിൻ. അങ്ങനെ ഒരു വർഷം കഴിയും. ജിഹോയുടെ അമ്മ മരിച്ചു പോയത് കൊണ്ട് തന്നെ അവർ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അയാൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജോലിക്ക് പോകും. വൂജിൻ ഒരു സ്വിമ്മിംഗ് അക്കാഡമിയിലാണ് ജോലി ചെയ്യുന്നത്. രാവിലെ തന്നെ ആ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ജിഹോ അവന്റെ അച്ഛനോട് ചോദിക്കും, മഴക്കാലം എന്നാണ് വരുന്നതെന്ന്. അവന്റെ അച്ഛൻ പറയും, നീ എന്തിനാണിത് ചോദിക്കുന്നതെന്ന്. അപ്പൊ അവൻ പറയും, മഴക്കാലമായാൽ തന്റെ അമ്മ ക്ലൗഡ് ലാൻഡിൽ നിന്ന് തിരിച്ചു വരുമെന്നും അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവനെന്നും അവൻ അച്ഛനോട് പറയും. ഇത് കേട്ട് അവന്റെ അച്ഛന് ഒരുപാട് സങ്കടമാകും. അങ്ങനെ അവന്റെ അച്ഛൻ അവനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വീണ്ടും സ്വിമ്മിംഗ് അക്കാഡമിയിൽ ജോലിക്ക് പോകും. നമ്മുടെ ഊജിന് വെള്ളം നല്ല പേടിയാണ്. അതുമാത്രമല്ല അവനൊരു അസുഖമുണ്ട്. ഒരുപാട് ഓടിയാലും വെള്ളത്തിലിറങ്ങിയാലും അവൻ തല കറങ്ങി വീഴും. അതുകൊണ്ട് അവൻ ഡെയിലി മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ജീഹോ സ്കൂൾ വിട്ടാൽ ഉടനെ തന്നെ അവന്റെ അച്ഛന്റെ കൂട്ടുകാരനായ ഫ്രാങ്കിന്റെ ഷോപ്പിൽ വന്നിരിക്കും. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് അയാൾ മകനെയും കൂട്ടി വീട്ടിലേക്ക് പോകും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ജീഹോ ഉറക്കമെണീക്കുമ്പോൾ മഴ പെയ്യുന്നതാണ് കാണുന്നത്. അവൻ അപ്പൊ തന്നെ ഒരു റെയിൻകോട്ടും എടുത്തിട്ട് പുറത്തേക്ക് ഓടും. അവൻ ഓടുന്നത് കൊണ്ട് തന്നെ അവന്റെ അച്ഛനും അവന്റെ പുറകെ പോകും. അങ്ങനെ അവൻ ഓടി അവിടെ അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എത്തും. അവിടെ ചെന്ന് അമ്മയെന്ന് വിളിക്കും. കുറെ നേരം അമ്മയെ വിളിച്ചിട്ടും അമ്മ വരാത്തത് കൊണ്ട് അവൻ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കും. അവന്റെ അച്ഛനും അവന്റെ കൂടെ അവിടെ ഇരിക്കും. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന തന്റെ മകനെ സമാധാനിപ്പിക്കാനായി അയാൾ അവനോട് പറയും, അമ്മയ്ക്കിന്ന് വരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അമ്മ നാളെ ഉറപ്പായിട്ടും വരുമെന്ന് അവനോട് പറയും. എന്നിട്ട് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് അവർ കാണും. ഉടനെ തന്നെ മകൻ അമ്മ വന്നു എന്നും പറഞ്ഞ് ഓടാൻ നോക്കും. പെട്ടെന്ന് അയാൾ പിടിച്ചു വെച്ചിട്ട് പറയും, ഞാൻ പോയി നോക്കിയിട്ട് വരാം, നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് ഊജിൻ ആ പെണ്ണിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ അവർ ആരാ എന്നറിയാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി നോക്കും. അവർ ആ പെൺകുട്ടിയെ കണ്ടതും ഞെട്ടിപ്പോകും. കാരണം തന്റെ മരിച്ചുപോയ ഭാര്യ അവിടെ ഇരിക്കുന്നു. അയാൾക്ക് ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാതെ അയാൾ ഞെട്ടിത്തെറിച്ച് താഴെ വീഴും. ജീഹോ ഉടനെ തന്നെ പറയും, അമ്മ വന്നു, നമുക്കിനി വീട്ടിലേക്ക് പോകാമെന്ന്. ഇതാണ് നമ്മുടെ സിനിമയുടെ നായിക സോയ. പെട്ടെന്ന് അവർ സംസാരിക്കും. എന്നിട്ട് പറയും, നിങ്ങളൊക്കെ ആരാന്ന്. കാരണം അവർക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അവസാനം അവർ അവരെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും. വീട്ടിൽ ചെന്ന ഉടനെ തന്നെ അവരുടെ മകൻ അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് അവരെ കാണിക്കും. എന്നിട്ടും അവർക്കൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാളെ മകനെയും വിളിച്ച് ബാത്റൂമിലേക്ക് പോകും. എന്നിട്ട് അവനോട് പറയും, അമ്മ ക്ലൗഡ് ലാൻഡിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊന്നും ഓർമ്മയുണ്ടായില്ല. അതുകൊണ്ട് അമ്മ തിരിച്ചു വന്നത് നമുക്ക് ആരോടും പറയണ്ട, ഇത് സീക്രട്ടായിട്ട് വെക്കണം എന്ന് അവനത് സമ്മതിക്കും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ നായിക ചോദിക്കും, ഞാൻ എവിടെയാണോ താമസിച്ചിരുന്നത്, എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല, എനിക്ക് എന്താണ് സംഭവിച്ചത്. ഉടനെ അവരുടെ മകൻ പറയും, അമ്മയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ വെച്ചാണ് അമ്മയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് അമ്മയ്ക്കൊന്നും ഓർമ്മയില്ലാത്തതെന്ന് അവൻ പറയും. ഉടനെ അവന്റെ അമ്മ പറയും, അതിന് ഞാൻ റെയിൽവേ ട്രാക്കിലല്ലേ കിടന്നത്, ഹോസ്പിറ്റലിലല്ലോ എന്ന്. ഉടനെ അതിന് മറുപടിയായി അവൻ പറയും, ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയായിരുന്നു. അങ്ങനെ അമ്മ റെയിൽവേ ട്രാക്കിൽ ഒളിച്ചിരിക്കാൻ പോയതാണെന്ന് അമ്മയോട് അവൻ പറയും.
അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവന്റെ അമ്മയ്ക്ക് അത് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ രാത്രി നമ്മുടെ നായകന് എത്ര കിടന്നിട്ടും ഉറക്കം വരില്ല. കാരണം മരിച്ചുപോയ ഒരാൾ എങ്ങനെ തിരിച്ചു വരാനാണ്? അതുകൊണ്ട് അയാൾ ഉറക്കമെണീറ്റ് അവർ കിടക്കുന്നിടത്ത് പോയി അവർ ഉള്ളതാണോ സത്യമാണോ എന്നറിയാൻ വേണ്ടി അവളെ തൊട്ടു നോക്കും. അങ്ങനെ അടുത്ത ദിവസം എല്ലാ ദിവസവും പോലെ തന്നെ അയാൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും. ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവരുടെ അമ്മ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അയാൾ അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകും. അവനെ സ്കൂളിലാക്കിയ ശേഷം അയാൾ ജോലിക്ക് പോകും. അങ്ങനെ അയാൾ ജോലിക്ക് പോകുന്ന സമയം അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. കാരണം അമ്മയെ കാണാൻ വേണ്ടി. വീട്ടിൽ ചെന്ന് അമ്മയെടുത്ത് പറയും, ഇന്ന് ടീച്ചറിന് വയ്യ, അതുകൊണ്ട് ഇന്ന് സ്കൂളില്ല എന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് ഓരോ കളികൾ കളിക്കും. അങ്ങനെ അന്ന് രാത്രി സോയ നായകനായ ഊജിനോട് ചോദിക്കും, നമ്മൾ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? നമ്മൾ എങ്ങനെയാണ് സ്നേഹിച്ചത്? എവിടെ വെച്ചാണ് നമ്മൾ ആദ്യമായി കണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവനോട് ചോദിക്കും. അപ്പോൾ നമ്മുടെ നായകൻ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. നമ്മുടെ നായിക ക്ലാസ്സിലെ ടോപ്പറായിരുന്നു. എന്നാൽ നായകനാവട്ടെ ക്ലാസ്സിലെ മഹാ ഉഴപ്പനും. എന്നാൽ നമ്മുടെ നായകൻ സ്വിമ്മിങ് നല്ലോണം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പെൺകുട്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നത്. അങ്ങനെ നമ്മുടെ നായകൻ പോയി അവളെ രക്ഷിക്കും. അതാണ് നമ്മുടെ നായിക സോയ. അങ്ങനെ അപ്പോൾ മുതൽ നമ്മുടെ നായകന് നായികയോട് ചെറിയൊരു ക്രഷ് തോന്നും. പലതവണ അവൻ അവളോട് പറയാൻ ശ്രമിക്കും, എന്നാലും അത് നടക്കില്ല. നമ്മുടെ നായകന്റെ കൂട്ടുകാരനായ ഫ്രാങ്ക് അവന് കുറെ വഴികൾ പറഞ്ഞു കൊടുക്കും. അവൻ എല്ലാം ട്രൈ ചെയ്യും, എന്നാലും അതൊന്നും നടക്കത്തില്ല. അവസാനം അവന്റെ കൂട്ടുകാരൻ ഫ്രാങ്ക് ഒരു വഴി പറഞ്ഞു കൊടുക്കും. നാളെ കപ്പിൾസായി ഡാൻസ് കളിക്കും. അങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ അവൾ വന്ന് നിന്നെ പെയറായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ് അർത്ഥം. അങ്ങനെ അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഡാൻസ് തുടങ്ങുമ്പോൾ നമ്മുടെ നായകൻ ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ആ പെൺകുട്ടിയുമായി അവന് നല്ലതുപോലെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സാർ നോക്കുമ്പോൾ നമ്മുടെ നായികയും ലെഫ്റ്റ് ഹാൻഡർ ആണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ സാർ പറയും. ഇത് കേട്ട നമ്മുടെ നായകന് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ നമ്മുടെ നായകനും നായികയും ഡാൻസ് തുടങ്ങും. ഡാൻസ് തുടങ്ങുന്നതിനിടയ്ക്ക് നായകൻ അറിയാതെ അവളുടെ ഷൂസിൽ ചവിട്ടും. എന്നാൽ ഞാൻ സോറി അറിയാതെ ചവിട്ടിയാന്നും പറഞ്ഞ് അവൻ അവളുടെ ഷൂസ് തുടച്ചു കൊടുക്കും. തുടച്ചു കൊടുത്തിട്ട് എണീക്കുമ്പോൾ അവന്റെ തല വന്ന് അവളുടെ മൂക്കിലിടിച്ച് മൂക്ക് പൊട്ടി ചോര വരാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ നായിക അവിടുന്ന് ഓടിപ്പോകും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകും. അങ്ങനെ സ്കൂളിന്റെ അവസാനത്തെ ദിവസമാകും. അങ്ങനെ അവസാനത്തെ ദിവസം നായിക എല്ലാവരുടെ കയ്യിൽ നിന്നും ഓട്ടോഗ്രാഫ് മേടിക്കും. എന്നിട്ട് അവസാനം നമ്മുടെ നായകന്റെ അടുത്ത് വന്ന് അവന്റെ അടുത്തും ഓട്ടോഗ്രാഫ് വേണമെന്ന് അവൾ പറയും. അങ്ങനെ അവൻ അപ്പോൾ മനസ്സിൽ തോന്നുന്നത് ആ ബുക്കിൽ എഴുതി കൊടുക്കും. അങ്ങനെ നമ്മുടെ നായിക സ്കൂളിൽ നിന്ന് പോകും. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ നായിക നായകനോട് ചോദിക്കും, സ്കൂളിൽ വെച്ച് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ചത്? അങ്ങനെ അവൻ വീണ്ടും കഥ പറയാൻ തുടങ്ങും. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നായകൻ നായികയെ ഫോൺ വിളിക്കും. അവന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടായിരുന്നു. എന്നാൽ കുറെ തവണ അവളെ വിളിക്കുമ്പോഴും അവളുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ പേടിച്ച് ഫോൺ വെച്ചിട്ട് പോകും. അങ്ങനെ അവസാനം നമ്മുടെ നായകന്റെ കൂട്ടുകാരൻ അവനെ കൊണ്ട് നിർബന്ധിച്ച് ഫോൺ വിളിപ്പിക്കും. അങ്ങനെ അവൾ ഫോൺ എടുക്കും. ഫോൺ എടുത്തിട്ട് അവളോട് പറയും, അന്ന് അവസാന ദിവസം നീ പോയത് എന്റെ പേനയും കൊണ്ടാണ്. ആ പേന എനിക്ക് ഒരുപാട് വില പിടിച്ചതാണ്, എനിക്കത് തിരിച്ചു വേണം എന്നവൻ അവളോട് പറയും. അങ്ങനെ ഫോൺ വിളിച്ച് അവൻ വിഷമത്തോടെ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് സന്തോഷത്തോടെ അവിടെ എല്ലാം കടന്നുവിടും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നായിക അവനെ കാണാമെന്ന് സമ്മതിച്ചെന്ന്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ നായകനും നായികയും നേരിട്ട് കാണും. കണ്ടതിനു ശേഷം അവൾ അവന് ആ പേന തിരിച്ചു കൊടുക്കും. അതിനുശേഷം അവൻ അവളോട് പറയും, നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോകും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവർ തിരിച്ചിറങ്ങുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യും. അങ്ങനെ ആ മഴയത്ത് രണ്ടുപേരും കുടയും പിടിച്ചുകൊണ്ട് നിന്ന് ബസ് കാത്തു നിൽക്കും. അങ്ങനെ ആദ്യം നായകന്റെ ബസ് വരും. അപ്പോൾ അവൾ അവനോട് ചോദിക്കും, നീ പോകുന്നില്ലേ എന്ന്. അവൻ പറയും, ഞാൻ അടുത്ത ബസ്സിൽ പൊക്കോളാമെന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നായികയ്ക്ക് പോകാനുള്ള ബസ് വരും. അത് കണ്ടതും അവൻ ചോദിക്കും, നീ പോകുന്നില്ലേ എന്ന്. അപ്പൊ അവൾ പറയും, ഞാനും അടുത്ത ബസ്സിൽ പൊയ്ക്കോളാമെന്ന്. അങ്ങനെ അവസാനത്തെ ബസ് വരും. അങ്ങനെ നായിക അതിൽ കയറിപ്പോകും. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാം ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നത് അവൾ കാണും. അങ്ങനെ അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ നായകൻ ബസ്സിന് പുറകെ ഓടി വരുന്നതാണ്. അവൻ ബസ്സിന് പുറകെ ഓടി വന്ന് ബസ് തടഞ്ഞു നിർത്തി അതിനകത്ത് കയറി നമ്മുടെ നായികയോട് ചോദിക്കും, ഞാൻ നിന്നെ ദിവസവും ഫോൺ വിളിച്ചോട്ടെ എന്ന്. അങ്ങനെ അവൾ വിളിച്ചോളാൻ പറയും.
അവരുടെ മകൻ ജീഹോ ഇവരുടെ ഈ കഥകളൊക്കെ കേട്ട് അവന്റെ അമ്മയുടെ മടിയിൽ കിടന്ന് ചിരിക്കുമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ നായകൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവന്റെ കൂട്ടുകാരൻ അവന്റെ വീട്ടിലേക്ക് വരും, ഒരു പെൻഗിന്റെ ഡ്രസ്സൊക്കെ ഇട്ട്. കാരണം എന്തെന്നാൽ അവന്റെ മകന് പെൻഗിന്റെ ആ കഥ വളരെ ഇഷ്ടമാണെന്ന് അവനറിയാം. അങ്ങനെ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പെൻഗിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് അവൻ വീട്ടിലേക്ക് വന്നത്. അവൻ നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ വീട്ടിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നായകൻ അവനെ വെളിയിലേക്ക് പിടിച്ച് തള്ളിയിടും. അങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ട് അവനെ പെട്ടെന്ന് കാണാതാവും. നമ്മുടെ നായകൻ അവിടെയൊക്കെ നോക്കും, അവനെ കാണില്ല. പെട്ടെന്ന് അവൻ പുറകിലത്തെ ഡോർ വഴി അകത്തേക്ക് കയറും. എന്നിട്ട് അവൻ നമ്മുടെ നായികയെ കാണും. നായികയെ കണ്ട ഉടനെ തന്നെ അവൻ പ്രേതം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. അങ്ങനെ അവൻ ഓടുന്നത് കാണുമ്പോൾ നമ്മുടെ നായകൻ നായികയോട് പറയും, അവൻ ഇന്ന് ഇത്തിരി കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്, അല്ലാതെ അവൻ വെറും പാവമാണ്. നായിക പറയും, ശരി ശരി, കഥയുടെ ബാക്കി പറയുന്നു. അങ്ങനെ അവൻ വീണ്ടും കഥയുടെ ബാക്കി പറയാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ നായകനും നായികയും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങി അവർ തമ്മിൽ ഇഷ്ടത്തിലാവും. അങ്ങനെ ഇവരുടെ പഴയ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നായികയ്ക്ക് ഇപ്പോഴുള്ള നായകനോട് വീണ്ടും ഇഷ്ടം തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പെൻഗിന്റെ സ്റ്റോറി എഴുതി വെച്ച ബുക്ക് അവൾ കാണുന്നു. അവൾ അത് വായിക്കും. അതിനുശേഷം അവൾ ആ ഫാമിലിയുമായി സന്തോഷത്തോടെ ജീവിക്കും. അവൾക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല, എങ്കിലും അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മുടെ നായകനും കുടുംബവും പുറത്തൊക്കെ പോകും. അങ്ങനെ നമ്മുടെ നായകൻ അവരെ സന്തോഷപ്പെടുത്താൻ വേണ്ടി രണ്ടുപേരെയും അവന്റെ മുതുകിൽ വെച്ചുകൊണ്ട് അവൻ നടന്നു പോകും. അങ്ങനെ ഹാപ്പിയായി വീട്ടിലെത്തുമ്പോൾ നമ്മുടെ നായകൻ തല കറങ്ങി താഴെ വീഴും. കാരണം എന്തെന്നാൽ നമ്മുടെ നായകന് ഒരു അസുഖമുണ്ട്. ഏതെങ്കിലും ജോലി കഠിനമായി ചെയ്തു കഴിഞ്ഞാൽ അവൻ തല കറങ്ങി വീഴും. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അവന് ബോധം വരും. ബോധം വന്നതിന് ശേഷം അവൻ വീണ്ടും പഴയ കഥകൾ പറയാൻ തുടങ്ങും. നമ്മുടെ നായകൻ നാഷണൽ ലെവൽ സ്വിമ്മിംഗ് കോമ്പറ്റീഷന് പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ നായിക അവനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെ അവൻ ആ കോമ്പറ്റീഷന് വേണ്ടി ഒരുപാട് നന്നായി പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന് തലകറക്കം വരും. അങ്ങനെ അവൻ തല കറങ്ങി വീഴും. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഇവന് ബ്രെയിനിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന്, അതുകൊണ്ട് ഇനി മുതൽ നീന്താൻ പാടില്ലെന്ന് ഡോക്ടർ അവനോട് പറയും. നീന്താൻ മാത്രമല്ല, ബോഡിക്ക് ഒരുപാട് സ്ട്രെയിൻ വരുന്ന ഒരു കാര്യവും ചെയ്യരുതെന്ന് ഡോക്ടർ അവനോട് പറയും. അങ്ങനെ സ്വിമ്മിംഗ് എന്ന അവന്റെ മോഹം അവൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കും. അതിന്റെ വിഷമം കൊണ്ട് അവൻ പുറത്തെങ്ങും പോവാതെ കുറെ നാൾ വീട്ടിൽ തന്നെ ഇരിക്കും. നമ്മുടെ സോഹയും അവൻ അവഗണിക്കും. അങ്ങനെ കുറെ നാൾക്ക് ശേഷം സോഹ അവനെ കാണാൻ വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവൻ അവളോട് ഒരുപാട് മോശമായി പെരുമാറും. ഇനി മേലാൽ എന്നെ കാണാൻ വരരുതെന്നും എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നും അവൻ അവളോട് പറയും. ഇത് കേട്ട് നമ്മുടെ നായികയ്ക്ക് ഒരുപാട് വിഷമമാകും. അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മുടെ നായകൻ നായികയെ തേടി അവളുടെ നാട്ടിൽ ചെല്ലും. അങ്ങനെ അവിടെ നാട്ടിലെത്തുമ്പോൾ അവൾ റോഡിനപ്പുറം നിൽക്കുന്നത് അവൻ കാണും. അവളോട് സംസാരിക്കാനായി അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ പെട്ടെന്ന് വേറൊരു കാറിൽ കയറി പോകുന്നത് അവൻ കാണും. അത് കണ്ട് അവൻ ഒരുപാട് സങ്കടമാവും. അങ്ങനെ അവൻ അവിടുന്ന് പോയി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കും. അങ്ങനെ ഒരു ദിവസം അവനൊരു ഫോൺ വരും. ആ ഫോണിൽ സോയായിരുന്നു. അവൾ അവനെ കാണാൻ വരുന്നുണ്ടെന്ന് അവനോട് പറയും. അങ്ങനെ അവൻ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും. സോയയുടെ വീട്ടിൽ ഈ റിലേഷൻ അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവൾ വീട് വിട്ടിറങ്ങി വന്നതാണെന്ന് അവൾ അവനോട് പറയും. അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചു, ജീഹോ ഉണ്ടായി, അങ്ങനെ നമ്മൾ ഹാപ്പിയായി ജീവിച്ചു എന്ന് അവൻ അവളോട് പറയും. ഇപ്പോൾ എത്ര ഹാപ്പിയാണോ നമ്മൾ ജീവിക്കുന്നത്, അതുപോലെ തന്നെ ഇനി എന്നും നമുക്ക് ഇത്രയും ഹാപ്പി ആയിട്ട് പോകണമെന്ന് അവൾ അവനോട് പറയും. അങ്ങനെ അവർ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ന്യൂസിൽ മഴക്കാലം കഴിയാറായി എന്ന് പറയും. ഇത് കേട്ട നമ്മുടെ നായകൻ പെട്ടെന്ന് പോയി TV ഓഫ് ആക്കും. അതിനുശേഷം നമ്മുടെ നായിക പെൻഗിൻ സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മഴക്കാലം കഴിയാറാകുമ്പോൾ നിനക്ക് തിരിച്ചു പോകണം എന്നുള്ള വരി വായിച്ച് അവർക്ക് ഒരുപാട് വിഷമമാകും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ നായിക ജീഹോയ്ക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പഠിപ്പിക്കും. ഞാനില്ലെങ്കിലും നീ ഒറ്റയ്ക്ക് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും അവനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് തുണി കഴുകാനും കുളിക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും എല്ലാം അവൾ അവനെ പഠിപ്പിക്കും. അങ്ങനെ മഴക്കാലം കഴിയാറായി. നായിക തിരിച്ചു പോകുമെന്ന് നായകന് നല്ല പേടിയാവും. അതുകൊണ്ട് അവൾ കിടന്ന റെയിൽവേ ട്രാക്കിലെ ആ വഴി അവൻ കുറെ കമ്പുകൾ കൊണ്ടുവച്ച് അടയ്ക്കാൻ ശ്രമിക്കും. അതുവഴിയാണ് അവൾ വന്നത്. അതുകൊണ്ട് അതുവഴിയെ അവൾക്ക് തിരിച്ചു പോകാൻ സാധിക്കൂ. ആ വഴി അടച്ചു വെച്ചാൽ അവൾക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്നവൻ കരുതും. അങ്ങനെ അടുത്ത ദിവസം ജീഹോയും അവന്റെ അച്ഛനും കൂടി വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ജീഹോ പെട്ടെന്ന് കരയും. നീ എന്തിനാ കരുന്നതെന്ന് അവന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ അവൻ പറയും, മഴക്കാലം കഴിയാറായി, അമ്മ ഉടനെ തിരിച്ചു പോകും, അതുകൊണ്ടാണ് അവൻ കരയുന്നതെന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ നായകൻ കാണുന്നത് നമ്മുടെ നായിക പോകാതിരിക്കാൻ അവൻ അടുക്കി വെച്ച ആ മരക്കമ്പുകളെല്ലാം മഴ പെയ്ത് തകർന്നു വീണതാണ്. അവൻ അതും കണ്ട്
വളരെ വിഷമത്തോടെ വീട്ടിൽ പോകും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ജീഹോയുടെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് പോകാൻ വേണ്ടി അവന്റെ അമ്മ കൊടയും കൊണ്ട് ഇറങ്ങും. അവർ കൊടയും കൊണ്ട് ഇറങ്ങുമ്പോൾ നല്ല പോലെ വെയിലടിക്കും. അവർക്ക് മനസ്സിലായി മഴക്കാലം കഴിഞ്ഞെന്ന്. അങ്ങനെ അവൾ ജീഹോയുടെ അച്ഛൻ വരാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മുടെ നായകനും ആനുവൽ ഡേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിൽ എന്തോ കിടക്കുന്നത് അവൻ കാണും. അത് അവരുടെ സ്വിമ്മിംഗ് പൂളിന്റെ ഓണറാണ്. അവന് വെള്ളത്തിലിറങ്ങി അവരെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ വെള്ളത്തിലിറങ്ങിയാൽ അവന്റെ ബോധം പോകും. എന്നാലും മനസ്സില്ലാ മനസ്സോടെ അവൻ ചാടി അയാളെ രക്ഷപ്പെടുത്തും. അവസാനം അവന്റെ അച്ഛൻ വരാത്തത് കൊണ്ട് അവൾ ഒറ്റയ്ക്ക് പ്രോഗ്രാം കാണാൻ കയറും. അങ്ങനെ അവരുടെ മകന്റെ പ്രോഗ്രാം കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമാകും. അതേസമയം വെള്ളത്തിലിറങ്ങിക്കൊണ്ട് നമ്മുടെ നായകൻ തല കറങ്ങി വീഴും. അങ്ങനെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വഴിക്ക് അവൻ എന്റെ ഭാര്യയെ എനിക്ക് കാണണം എന്നും പറഞ്ഞ് അവൻ അതിൽ നിന്ന് ഇറങ്ങി ഓടും. അതേസമയം നമ്മുടെ നായിക ആ റെയിൽവേ ട്രാക്കിലേക്ക് തിരിച്ചു പോകുവാണ്. ഇതേ സമയം നമ്മുടെ നായകൻ അവളെ കാണാൻ വേണ്ടി സ്കൂളിലും അവിടെ എവിടെയെല്ലാം ഓടി നടന്ന് അന്വേഷിക്കും. എന്നിട്ടും അവളെ കാണില്ല. അങ്ങനെ അവൾ റെയിൽവേ ട്രാക്കിലേക്ക് കയറുമ്പോൾ ജീഹോ ഓടി വരും. ഓടി വന്ന് അവൻ അവന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ പോവല്ലേ എന്നും പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങും. അങ്ങനെ നായകൻ ഓടി ഓടി തളർന്ന് അവസാനം ആ റെയിൽവേ ട്രാക്കിലെത്തും. അങ്ങനെ അവസാനമായി അവൻ അവളെ കണ്ട് അവൾ അവന്റെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞ് അവിടുന്ന് പോകും. അങ്ങനെ കുറെ കാലങ്ങൾ കഴിയും. ജീഹോ വീട്ടിലെ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാൻ പഠിച്ചു. കാരണം ഇതെല്ലാം ചെയ്യാൻ പഠിപ്പിച്ചിട്ടാണ് അവന്റെ അമ്മ പോയത്. അങ്ങനെ നമ്മുടെ നായകൻ മരുന്ന് കഴിക്കാൻ വേണ്ടി ടാബ്ലറ്റ് എടുക്കുമ്പോൾ അതിലൊരു ലെറ്റർ കാണും. അത് സോയ എഴുതിയതാണ്. അവൾ അതിൽ എഴുതിയിരിക്കുന്നത് ഞാനൊരു ഡയറി എഴുതി അവിടെ വെച്ചിട്ടുണ്ട്, അത് വായിക്കൂ എന്നാണ്. അങ്ങനെ അവൻ അത് വായിക്കാൻ തുടങ്ങും. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് അവൾ സ്കൂളിൽ പോകാനായി ഒരു മഴയത്ത് കുടയും പിടിച്ച് നടന്നു വരുന്നതാണ്. പെട്ടെന്ന് ഒരു പയ്യൻ അവിടെ നിൽക്കുന്നത് അവൾ കാണും. അത് നമ്മുടെ നായകനാണ്. അവനെ ആദ്യമായി അവൾ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. അവൾ ആദ്യമായി അവനെ കാണുമ്പോൾ തന്നെ അവൾക്ക് അവനോട് ക്രഷ് തോന്നും. അങ്ങനെ അടുത്ത ദിവസം അവൾ ക്ലാസ്സിൽ വരുമ്പോൾ അതേ പയ്യൻ അവളുടെ ക്ലാസ്സിൽ ഇരിക്കുന്നു. അത് കണ്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമാകും. അതേസമയം അവൾ നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ വെള്ളത്തിൽ വീണ് നമ്മുടെ നായകൻ വന്ന് അവളെ രക്ഷിക്കുന്നത്. അവളും കുറെ നേരം അവനോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കും. എന്നാൽ ഒന്നും നടക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡാൻസിന്റെ ആ പ്രാക്ടീസ് വരുന്നത്. അപ്പോഴും അവൾക്കും ഒന്നും അവനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവളുടെ മൂക്ക് പൊട്ടി അവൾ ഒരുപാട് നാണം കെട്ട് അവന്റെ മുന്നിൽ നിന്ന് പോയി. അങ്ങനെ അവസാന ദിവസം ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടി അവൾ അവന്റെ അടുത്ത് വരുമ്പോൾ അവൾ മനഃപൂർവ്വം അവന്റെ പേന എടുത്തു വെക്കും. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ അവനെ ഫോൺ വിളിക്കാനായി കുറെ ട്രൈ ചെയ്യും. എന്നാൽ ടെൻഷൻ കാരണം അവൾക്ക് അതിന് സാധിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ നായകന്റെ കോൾ നായികയ്ക്ക് വരുന്നത്. അത് കണ്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ അവൾ ആഗ്രഹിച്ച പോലെ അവസാനം അവൾ അവനുമായി ഇഷ്ടത്തിലാകും. അങ്ങനെ അവൾ ഒരു ദിവസം കോളേജൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യും. അപ്പോൾ അവളുടെ കോളേജ് ഫ്രണ്ട് ഒരുത്തൻ വന്ന് അവളെ കാറിൽ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ ഇരിക്കുന്ന അവൾ കാറിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നായകനെ കാണും. പെട്ടെന്ന് അവൾ കാർ നിർത്തി കാറിൽ നിന്ന് ഇറങ്ങി ഓടും. അങ്ങനെ ഓടുന്നതിനിടയിൽ അവളെ ഒരു കാർ ഇടിച്ചു തെറിപ്പിക്കും. അങ്ങനെ അവളുടെ ബോധം പോകും. അങ്ങനെ ബോധം വരുമ്പോൾ അവൾ കാണുന്നത് അവൾ ഒരു റെയിൽവേ ട്രാക്കിൽ കിടക്കുവാണ്. നമ്മുടെ നായകനും ഒരു കുട്ടിയും കൂടെ ചേർന്ന് അവളടുത്ത് നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. എന്താണെന്നോ ഒന്നും അവൾക്ക് മനസ്സിലായില്ല. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവും അവൾ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്തതാണെന്ന്. അങ്ങനെ അവൾ 8 വർഷം മുന്നോട്ട് വന്നു. അവൾക്കൊന്നും തന്നെ ഓർമ്മയില്ല. എങ്കിലും അവൾ ആ ഫാമിലിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ മഴക്കാലം കഴിയുമ്പോൾ അവൾ വീണ്ടും പാസ്റ്റിലേക്ക് പോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടന്ന അവൾ എണീക്കും. അങ്ങനെ അവൾക്ക് മനസ്സിലാകും അവളുടെ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ അവൾക്ക് മനസ്സിലാവും അവൾ സ്നേഹിക്കുന്ന ആളെ തന്നെയാണ് അവൾ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അവരെ കല്യാണം കഴിച്ചാൽ ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുന്നു നായികയ്ക്ക് മനസ്സിലാകുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ അവനെ കല്യാണം കഴിച്ച് നിങ്ങളുടെ കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിക്കും എന്നവൾ പറയുന്നു. അങ്ങനെ അവൾ അവനെ ഫോൺ വിളിക്കുന്നു. അങ്ങനെ ഫോൺ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്ന അവന്റെ അടുത്തേക്ക് ഓടിപ്പോയി അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് സന്തോഷത്തോടെ നിന്റെ കൂടെ ജീവിക്കണം എന്നും പറഞ്ഞ് അവൾ കരയുന്നു. അങ്ങനെ നമ്മുടെ നായകനും നായികയും കല്യാണം കഴിക്കുന്നു. അവരുടെ കുട്ടി ജനിക്കുന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് അവൾ മരിച്ചു പോകുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ജീഹോയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ അവന്റെ ഫ്രണ്ട് ഫ്രാങ്ക് അവന് കേക്കുമായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജീഹോ ഫ്രാങ്കുമായി പുറത്തേക്ക് പോകും. ഇത്രയും ആകുമ്പോൾ സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.